രാജ്യം അതിന്റെ സ്വാഭിമാനത്തിലേക്ക് ശ്രീ എൻ.ആർ. മധു. ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. ഇന്നത്തെ ചരിത്ര ദിനത്തിൽ ഭാരതത്തിലെമ്പാടും ഉത്സവ ലഹരിയിലാണ്, ആഹ്ലാദത്തിലാണ്. അതിന്റെ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഒക്കെ തിരികെ നേടിയതിന്റെ. പക്ഷേ ചില സാഹചര്യങ്ങൾ കൂടി നമുക്ക് വിലയിരുത്തിയേ മതിയാകുകയുള്ളൂ. ഏതു വിധേനയും ഇതിനെ തടയിടുക, ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ദുഷ്ചിന്തകളുമായി ഇപ്പോഴും ചിലരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അവർക്ക് രാഷ്ട്രീയ ലാഭക്കൊതിയും വോട്ട് ബാങ്ക് ലക്ഷ്യവും തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭജന രാഷ്ട്രീയം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിനെതിരെ ഇങ്ങനെ വിഷലിപ്തമായ വാക്കുകളിലൂടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആവർത്തിക്കുന്നതും. അതെ, അത് ഭാരതീയതയ്ക്ക് എതിരെ, ഹിന്ദുത്വത്തിനെതിരെ മാത്രം നടക്കുന്ന ഒരു പ്രചരണമാണ്. ഞാൻ ഇതിനു മുമ്പേ ചില ചാനലുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പിന്നിൽ ഈ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഭാരതത്തിലേക്ക് വന്നത് തന്നെ ബ്രിട്ടീഷുകാർ വന്നതുപോലെ തന്നെ ഈ നാടിനെ റഷ്യക്ക് വേണ്ടി കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് താഷ്കൻഡിലാണ്, റഷ്യയിലാണെന്ന് നമുക്കറിയാം. ആ ആദ്യകാല സഖാക്കന്മാർ ഭാരതത്തിൽ നിന്ന് ഹിജറ ചെയ്ത മുസ്ലിം മതമൗലികവാദികളായിരുന്നു. അവർ അഫ്ഗാനിസ്ഥാനിലേക്ക്, ഭാരതം ഹിന്ദു ഭൂമിയാണ്, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ മതരാജ്യത്തെ ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഹിജറ ചെയ്യുക, അതായത് പലായനം ചെയ്യുക. അങ്ങനെ പലായനം ചെയ്തു പോയ മതമൗലികവാദികൾ അഫ്ഗാനിസ്ഥാനിലെത്തുകയും അഫ്ഗാൻ അവരെ ആട്ടിപ്പുറത്താക്കിയപ്പോൾ അവർ റഷ്യയിലേക്ക് നുഴഞ്ഞു കയറുകയും മാർക്സിസത്തെക്കുറിച്ച് പഠിക്കാൻ പോയ നേതാക്കന്മാർ അവിടെ ഈ മതമൗലികവാദികളെ ചേർത്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുകയും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യക്ക് വേണ്ടി ആദ്യകാലത്ത് പ്രവർത്തിച്ചു. റഷ്യ തകർന്നപ്പോൾ അവർ ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭാരതീയമായ എന്തും, ഈ എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സാധനം, ഭാരതീയമായ എന്തും അവർക്ക് ഹറാമാണ്. ആ വാക്ക് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ രാമജന്മഭൂമി മൂവ്മെൻറ്റിനെതിരെ ഏറ്റവും കൂടുതൽ ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചത് അവരാണ്. കോൺഗ്രസ് ആദ്യകാലത്ത് നമുക്കറിയാം റഷ്യയുടെ സ്വാധീനത്തിലായിരുന്നു. ഭാരതത്തെ ചേരിചേരായ്മയുടെ പേരിൽ പറയുകയും റഷ്യയുടെ ചേരി നിർത്തുകയും ചെയ്തത് നെഹ്റുവിൻ്റെ സ്വന്തം മകൾ ഇന്ദിരാഗാന്ധിയായിരുന്നു. നെഹ്റു പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ നിന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്നും കോൺഗ്രസിൻ്റെ ബൗദ്ധിക ചിന്തകളെ നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റുകാരാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസും മാർക്സിസ്റ്റും രാമനെതിരായിരുന്നു. അവർ ഗാന്ധിജിയെ നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. സത്യത്തിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജനകോടികളെ ഉണർത്തുവാൻ മഹാത്മാഗാന്ധി അവലംബിച്ചത് രാമനാമമായിരുന്നു, രാംധുനായിരുന്നു. ആധ്യാത്മികമായ പ്രതീകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം പോലെയുള്ള സമരമുറകൾക്ക് പോലും ഒരു ആധ്യാത്മിക പശ്ചാത്തലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. പക്ഷേ ആ മഹാത്മാഗാന്ധിയെ കോൺഗ്രസ് എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. 48-ൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടുവെങ്കിലും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ കൊന്നത് കോൺഗ്രസ്സുകാരാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. മഹാത്മാഗാന്ധിയുടെ ഭൗതിക ഹത്യ മാത്രമേ ഭീകരന്മാർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. പക്ഷേ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ കൊന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ ആ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ കാലത്തും ഭാരതീയ മൂല്യങ്ങൾക്ക്, രാമതത്വത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയണമെന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ ദേശീയ ജനവിഭാഗങ്ങളുടെ ആവശ്യത്തെ ഏത് വിധേനയും തകർക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം നെഹ്റു അതിനുവേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തി. പിന്നീട് കർസേവ നടക്കുന്ന സമയത്ത് കർസേവകരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ടായിരുന്നു നമുക്കറിയാം. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് പോലും സത്യത്തിൽ ഇന്നലെ കേരളത്തിൽ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചിരുന്നു. കാരണം ഈ രാമജന്മഭൂമി എന്ന ആ പ്രാണപ്രതിഷ്ഠ എല്ലാ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദുശകുനം സൃഷ്ടിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി വളരെ ബോധപൂർവ്വം ഒരു ശ്രമം നടത്തിയിരുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതേപോലെ അസാമിൽ നിന്നും ഈ വാർത്തയെ മുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ശ്രമം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു. എന്താണെങ്കിലും ബാലരാമൻ മിഴി തുറന്നു. ഇത്തരം തമോമയ ശക്തികൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ. പക്ഷേ ഇനി അത് ഈ ഭാരതത്തിൽ നടക്കില്ല. സത്യത്തിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ 47 നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇന്ന് ഭാരതം അതിൻ്റെ ആത്മീയ സ്വാതന്ത്ര്യം, അതിൻ്റെ സാംസ്കാരിക സ്വാതന്ത്ര്യം, അതിൻ്റെ സ്വത്വ ബോധം വീണ്ടെടുത്തിരിക്കുകയാണ്. ഇനി ഭാരതത്തെ ആർക്കും തളയ്ക്കാനോ തകർക്കാനോ തളർത്താനോ കഴിയില്ല. ഭാരതത്തിനെതിരെ, രാമതത്വത്തിനെതിരെ, രാമരാജ്യത്തിനെതിരെ പ്രവർത്തിച്ച എല്ലാ ശക്തികളുടെയും അന്ത്യം ഈ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പോടുകൂടി സംഭവിക്കാൻ പോവുകയാണ്. ഭാരതം ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ നാന്ദിയാണ് ഇന്ന് നടന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.